സാധാരണ സാമാന്യ ഭാഷയിലുള്ളൊരു കാര്യമുണ്ടല്ലോ, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അയാളത് ശരിയാവണ്ണം പഠിച്ചിരിക്കണ്ടേ. അയാൾക്ക് അതിൽ അറിവില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് അയാൾ എങ്ങനെയാണ് മറ്റൊരാളെ പഠിപ്പിക്കുന്നത്? അപ്പം ജബ്രാ മാഷ് കുറേ കാലമായി പഹവാർ ജബ്ബാർ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ ഖുർആൻ ക്ലാസ് അല്ലായിരുന്നു എന്നും അദ്ദേഹത്തിന് ഖുർആൻ വായിക്കാൻ അറിയില്ലെന്നും അതിന് അർത്ഥം വെക്കാൻ അറിയില്ലെന്നും നേർക്ക് നേരെ ഇരുന്നാൽ ഇത് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്നും അയ്യൂബ് മൗലവി പറഞ്ഞു. അപ്പോൾ ജബ്ബാർ മാഷ് അതിന് സമ്മതം മൂളേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കെത്തി. ഈ ബാസിൽ എന്ന് പറയുന്ന ഡോക്ടർ ബാസിൽ ഈ അഭിമുഖം കട്ട് ചെയ്തിട്ടപ്പോൾ ജബ്ബാർ മാഷ് അതിൽ കയറി പിടിച്ചു. ഇത് പിടിക്കുമ്പോൾ നമ്മൾ ചില സിനിമയിൽ ജഗതിയെ കൊണ്ട് ചിലതൊക്കെ പിടിപ്പിക്കുന്നത് പോലെ കോളാമ്പി ജബ്ബാറിന് അറിയാം തന്നെ കൊണ്ട് ഇത് കഴിയില്ലെന്ന്. പക്ഷേ അനുയായികൾ നൽകുന്ന ആവേശത്തിൽ പിടിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ലാത്തതുകൊണ്ട് കയറി പിടിച്ചു, അതിനകത്ത് കയറി. ഇതിന് അദ്ദേഹം മറുപടി അന്ന് പറഞ്ഞത് താൻ വരികളിലൂടെയല്ല വായിക്കുന്നത്, വരികൾക്കിടയിലൂടെയാണ്. നമ്മുടെ മോഹൻലാൽ ഏതോ സിനിമയിൽ പണ്ട് പറയുന്ന ഡയലോഗിനെ പോലെ അതിൻ്റെ കിടയിൽ എന്ന് പറയുന്നത് പോലെ ജബ്ബാർ ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് കിടയിൽ കൂടിയാണ്. ഈ ഖുർആനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരോഗ്യകരമായ സംവാദം നടത്തേണ്ടത് അതിൻ്റെ അർത്ഥമറിഞ്ഞും വ്യാകരണം, ആലങ്കാരിക പ്രയോഗം ഇതൊക്കെ മനസ്സിലാക്കി പരമ്പരകളായി തുടരുന്ന പണ്ഡിതന്മാരിൽ നിന്നും അത് ഉൾക്കൊണ്ടിട്ടാണ് വളരെ ആരോഗ്യകരമായി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും സംവാദം നടത്തേണ്ടതും. എന്നാൽ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന പലർക്കും ഉപജീവന മാർഗത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡൊണേറ്റ് വയ പേപ്പാൽ, ഡൊണേറ്റ് വയ ജാക്കി അണ്ടർവെയർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഓരോ സംഗതികളിലൂടെ കാശ് സമ്പാദിക്കുന്നതല്ലാതെ ശരിയാമണ്ണം ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരാളുമായി ഇരുന്ന് ഖുർആനെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കും തയ്യാറേയല്ല. അപ്പോഴാണ് ഈ ജബ്രാ മാഷിൻ്റെ വരികൾക്കിടയിൽ വരുന്നത്.